ആന പൗള മാർട്ടിൻസ് എന്ന സ്ത്രീയുടെ ജീവിതം ഒരു സയൻസ് ഫിക്ഷൻ കഥ പോലെ ഇൻട്രസ്റ്റിംഗ് ആണ്. സാധാരണയായി സ്ത്രീയുടെ എല്ലാ കോശങ്ങളിലും XX ക്രോമസോമുകളാണ് ഉണ്ടായിരിക്കുക. എന്നാൽ ആന പൗളയുടെ രക്തത്തിൽ XY ക്രോമസോമുകൾ ആണ് ഉള്ളത്. ഇത് എങ്ങനെ സംഭവിച്ചു? അവർക്ക് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നു. ഗർഭാവസ്ഥയിൽ ഇവർ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ രക്തക്കുഴലുകൾ വഴി ഈ ഇരട്ട കുട്ടികളുടെ കോശങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇത് വളരെ അപൂർവമായി നടക്കുന്നൊരു സംഭവമാണ്. ഇതിനെയാണ് കൈമറിസം എന്ന് പറയുന്നത്. ഒരു ശരീരത്തിൽ 2 വ്യത്യസ്ത വ്യക്തികളുടെ കോശങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്ന അവസ്ഥ. ഇതിലെ അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം ഒരു വിദേശ കോശത്തെ കണ്ടാൽ അതിനെ ഒരു വൈറസിനെയോ ബാക്ടീരിയയോ പോലെ തള്ളിക്കളയാൻ ശ്രമിക്കും. അതിനെയാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്നാൽ ആന പൗളയുടെ ശരീരത്തിൽ ഇത് സംഭവിച്ചില്ല. അവരുടെ ശരീരം ആ XY ക്രോമസോംസിനെ സ്വന്തം പോലെ സ്വീകരിച്ചു. ഒരു മരുന്ന് പോലുമില്ലാതെ ജീവിതകാലം മുഴുവൻ അവർക്ക് ഈ ഇരട്ട വ്യക്തിത്വമുള്ള രക്തവുമായി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കാൻ സാധിച്ചു. ഇതിന് ശാസ്ത്രം നൽകുന്ന പേരാണ് ലൈഫ് ലോങ് അലോജനിക് ടോളറൻസ്. ഈ സംഭവം ശാസ്ത്രജ്ഞർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ രോഗികൾക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഉണ്ട്. ഈ മരുന്നുകൾക്ക് പല സൈഡ് എഫക്ട്സും ഉണ്ട്. ഈ മരുന്നുകൾക്ക് പകരം ആന പൗളയുടെ ശരീരത്തിൽ സ്വാഭാവികമായി സംഭവിച്ചതുപോലെ രോഗിയുടെ പ്രതിരോധ ശേഷിയെ പരിശീലിപ്പിച്ച് പുതിയ അവയവത്തെ സ്വീകരിക്കാൻ പഠിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ഗവേഷകർ ചിന്തിക്കുന്നത്. ആന പൗളയുടെ ഒരു അത്ഭുത സിദ്ധാന്തം ഭാവിയിൽ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ കണ്ടുപിടുത്തത്തിലേക്ക് വഴികാട്ടിയായേക്കാം.